നമസ്കാരം. ഇന്ന് കേരളപ്പിറവി. എല്ലാവർക്കും കേരളപ്പിറവി ദിനാശംസകൾ നേരുകയാണ്. ഇന്ന് വലിയൊരു പ്രഖ്യാപനവുമായി വലിയൊരു തള്ളുമായി CPM വന്നിട്ടുണ്ട്. പിണറായി സർക്കാർ അതിദരിദ്രരില്ലാത്ത കേരളമായി നമ്മുടെ ഈ കേരളത്തെ പ്രഖ്യാപിക്കാൻ പോവുകയാണ്. പട്ടിണി കാരണം മാല മോഷ്ടിക്കേണ്ടി വന്ന CPM കൗൺസിലറുള്ള ഈ കേരളത്തിൽ പട്ടിണി മൂലം അരി മോഷ്ടിച്ച് കൊല ചെയ്യപ്പെട്ട മധു ഉണ്ടായിരുന്ന ഈ കേരളം അത് ദരിദ്രരില്ലാത്ത സമ്പന്നരുടെ കേരളമായി മാറാൻ പോവുകയാണ്. ഈ അതിദരിദ്രരെ കണ്ടെത്തുവാൻ വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനം 4 വർഷങ്ങൾക്ക് മുമ്പ് നടത്തുമ്പോൾ അതിൽ ഒന്നാമതായി മാനദണ്ഡം വെച്ചിരുന്നത് ആശ്രയ ഗുണഭോക്താക്കളെ അതിൽ ഉൾപ്പെടുത്തരുത് എന്ന് പറഞ്ഞിട്ടായിരുന്നു. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഏറ്റവും അവശരായിട്ടുള്ള, പട്ടിണി അനുഭവിക്കുന്ന, ആരാരും നോക്കാനില്ലാത്ത, ചികിത്സക്ക് പണമില്ലാത്ത ആളുകളെ ആശ്രയ ഗുണഭോക്താക്കളാക്കി നമ്മൾ തിരഞ്ഞെടുക്കുകയും അവർക്ക് എല്ലാ മാസവും ഒരു ആശ്രയ കിറ്റ് പഞ്ചായത്ത് വഴി കൊടുക്കുകയും ചെയ്യുന്നു. 3 വർഷമായിട്ട് നമ്മുടെ പഞ്ചായത്തിൽ അത് കൊടുത്തിട്ടില്ല. അതിദരിദ്രരെ ഈ തിരഞ്ഞെടുക്കുന്ന ഈ വേളയിൽ ഞങ്ങൾക്ക് കിട്ടിയ നിർദ്ദേശം ആശ്രയ ഗുണഭോക്താക്കൾ ആരും തന്നെ അതിൽ പെടാൻ പാടില്ല എന്നുള്ളതാണ്. 167 ആളുകൾ ആശ്രയ ഗുണഭോക്താക്കളായിട്ട് ഈ പോത്തുകല്ല് പഞ്ചായത്തിലുണ്ടായിരുന്നു. അവരാരും ഇതിൽ ഉൾപ്പെട്ടിട്ടില്ല. 3 വർഷമായിട്ട് അവർക്ക് സർക്കാരിന്റെ ഒരു കിറ്റും കിട്ടുന്നില്ല. ഓണത്തിന് തെരഞ്ഞെടുപ്പ് വരുന്നതിന്റെ മുമ്പ് കിട്ടുന്ന കിറ്റ് അല്ലാതെ ഒരു കിറ്റും അവർക്ക് കിട്ടുന്നില്ല. മാസം കിട്ടിയിരുന്ന അത് നിർത്തലാക്കി. ഏറ്റവും അവശരായിട്ടുള്ള, അശരണരായിട്ടുള്ള അവരെ ഒഴിവാക്കിയിട്ട് ഒരു അതിദരിദ്രരെ വീണ്ടും കൊണ്ടുവന്നു. ഏകദേശം 120ഓളം ആളുകളാണ് പോത്തുകല്ല് പഞ്ചായത്തിൽ ആ ലിസ്റ്റിൽ പെട്ടത്. വീടില്ലാത്ത, ഭക്ഷണമില്ലാത്ത, സൗജന്യ ചികിത്സയില്ലാത്ത ഒരു കേരളം പിറവി കൊള്ളുകയാണ് ഇന്ന്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ നാട് പൂർണ്ണമായും വീടില്ലാത്ത, ഭക്ഷണത്തിന് വകയില്ലാത്ത, അതല്ലെങ്കിൽ സൗജന്യ ചികിത്സ ലഭിക്കാത്ത ആളുകൾ ഇല്ല എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. ഒരുപാടുണ്ട്. നമ്മളൊക്കെ അതിൽ ഇടപെടുന്ന ആൾ എന്നുള്ള നിലയ്ക്ക് ഒരുപാട് കേസുകൾ നമ്മൾ അടുത്ത് വരുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കെ, സാഹചര്യം ഇതാണെന്നിരിക്കെ എന്ത് അടിസ്ഥാനത്തിലാണ് ഇങ്ങനൊരു പ്രഖ്യാപനം കേരള സർക്കാർ നടത്തുന്നത്? നമുക്കറിയാം, മഞ്ഞക്കാർഡ് എന്ന് പറയുന്ന ഒരു കാർഡുണ്ട്, AAY കാർഡ്. 5,92,000 ഗുണഭോക്താക്കളുള്ള ആ ഒരു മഞ്ഞക്കാർഡിന്റെ ലിസ്റ്റിൽ അവര് അതിദരിദ്രരായതുകൊണ്ടാണ് അവർക്ക് ആനുകൂല്യങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കേരള സർക്കാർ പ്രഖ്യാപിച്ചിട്ടുള്ളത് 64,006 പേരാണ് അതിദരിദ്രരായിട്ട് കേരളത്തിലുള്ളതെന്നാണ്. സത്യത്തിൽ അതാണോ? 5,92,000 ആളുകൾ AAY കാർഡിൽ ഉൾപ്പെട്ട ഈ കേരളം അതിദരിദ്ര വെറും 64,000 ആളുകളുള്ളൂ എന്നുള്ളതാണ് പ്രഖ്യാപനം. 1,16,000 ആദിവാസികളുള്ള ഈ കേരളത്തിൽ അവരൊക്കെ ഏത് മേഖലയിൽ ഉൾപ്പെടുത്തിയിട്ടാണ് ഈ അതിദരിദ്രരില്ലാത്ത കേരളം പ്രഖ്യാപിക്കുന്നത്? ഇവിടെ പോത്തുകല്ല് പഞ്ചായത്തിൽ വീടില്ലാത്ത 100 കണക്കിന് ആദിവാസി കുടുംബങ്ങളെ നിങ്ങൾ വന്നാൽ കാണിച്ചു തരാൻ പറ്റും. നിങ്ങൾ ആ കാറിൽ നിന്ന് ഇറങ്ങി, ആ സെക്യൂരിറ്റികളുടെ ഇടയിൽ നിന്നൊക്കെ ഇറങ്ങി കുറച്ച് ഊരുകളും നഗരങ്ങളൊക്കെ ഒന്ന് സന്ദർശിക്കണം. അവരുടെ പട്ടിണികളും അവരുടെ പരാതികളൊക്കെ ഒന്ന് കേൾക്കണം. കറുത്ത ഡ്രസ്സിട്ട ആളുകളുടെ ഇടയിൽ നെഞ്ചുവിരിച്ച് വടിവാളിനടിയിലൂടെ നടക്കുകയല്ല വേണ്ടത്. ഈ പാവങ്ങളുടെ ഇടയിൽ ചെന്നുകൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ കേൾക്കണം, അവരുടെ പരാതികൾ കേൾക്കണം. അവരുടെ ഇടയിലൂടെ നടക്കുമ്പോൾ അറിയാം അവരനുഭവിക്കുന്ന വേദനകളും പ്രയാസങ്ങളൊക്കെ. ഇത്രയും പ്രയാസപ്പെടുന്ന ആളുകൾ ഈ കേരളത്തിൽ ഉണ്ടായിട്ട് ദരിദ്രരില്ലാത്ത ഒരു കേരള പ്രഖ്യാപനമായി നിങ്ങൾ വരുമ്പോൾ അത് വെറും പ്രഹസനമാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അല്പമെങ്കിലും ഉൾപ്പുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രഖ്യാപനം ഒന്ന് മാറ്റി അതിദരിദ്രരില്ലാത്ത കേരളത്തെ സൃഷ്ടിക്കുവാൻ ഒരുപാട് കാര്യങ്ങൾ ഇനിയും ചെയ്യേണ്ടതായിട്ടുണ്ട്. ഈ പോത്തുകല്ല് പഞ്ചായത്തിലെ അതിദരിദ്ര പ്രഖ്യാപനം അല്പസമയത്തിനകം നടക്കും എന്നൊക്കെ പഞ്ചായത്തിന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ആ നടത്തുന്നവരും അത് നടത്താൻ വേണ്ടി കൂട്ടുനിൽക്കുന്നവരൊക്കെ നമ്മുടെ പഞ്ചായത്തിലൂടെ ഒന്ന് ഇറങ്ങി സഞ്ചരിച്ച് ഇവിടുത്തെ ആദിവാസികളുടെ പ്രശ്നങ്ങൾ, ഇവിടെ വീടില്ലാത്തവരുടെ പ്രശ്നങ്ങൾ ഒക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കി, വീടില്ലാത്ത, ഭക്ഷണമില്ലാത്ത, ചികിത്സാ സഹായം ലഭിക്കാതെ, നിങ്ങളുടെ ഈ പാരസിറ്റാമോളും ഈ കുരമരുന്നുമല്ലാതെ ഇവിടെ ഒരു മരുന്നില്ല നമ്മുടെ PHC-യിൽ. ഇതല്ലാതെ നിങ്ങൾ സൗജന്യമായി എന്ത് ചികിത്സയാണ് ഈ കേരളത്തിൽ നൽകുന്നത്? നമ്മുടെ ഇത് മുഴുവൻ നിർത്തലാക്കി. നമുക്കറിയാം, നമ്മുടെ ഇൻഷുറൻസ് കാർഡുകൾ മുഴുവൻ ഇൻഷുറൻസ് പരിരക്ഷ കിട്ടാത്ത രീതിയിലാണ് പല ഹോസ്പിറ്റലുകളും നമ്മളോട് പെരുമാറുന്നത്. അതില്ല. അതുകൊണ്ട് സൗജന്യ ചികിത്സയില്ല. ഭക്ഷണം എന്ന് പറയുന്നത് ആർക്കാണ് ഭക്ഷണം കൊടുക്കുന്നത്? ആരാണ് ഇവിടെ ഭക്ഷണം അന്വേഷിച്ച്? പഞ്ചായത്തിൽ ആരെങ്കിലും ഇവിടെ ഭക്ഷണമില്ലാത്ത വീടുണ്ടെന്ന് അന്വേഷിച്ച് പോകുന്നുണ്ട്? ഇവിടെ എത്ര പേര് പട്ടിണിയുണ്ട് നമ്മുടെ പഞ്ചായത്തിൽ മാത്രം? വീടില്ലാത്ത എത്ര ആളുകളുണ്ട്? 5-ാം വാർഡിൽ, എന്റെ വാർഡിൽ മാത്രം 38 പേര് ഇനിയും പുതുതായിട്ട് വീടില്ലാത്തവര് വീടിനെ അപേക്ഷിച്ചിരിക്കുകയാണ്. എന്നിട്ടാണ് വീടില്ലാത്ത, ഭക്ഷണമില്ലാത്ത, മരുന്നില്ലാത്ത കേരളമായി എല്ലാം തികഞ്ഞൊരു കേരളമായി പ്രഖ്യാപിക്കാൻ പോകുന്നത്. തികഞ്ഞ അസംബന്ധമാണ്.
കമ്മികൾ മാത്രം വിശ്വസിക്കുന്ന, സൈബർ അന്തങ്ങൾ മാത്രം വിശ്വസിക്കുന്ന അവരുടെ ഒരു വലിയൊരു പ്രഖ്യാപനം ഇന്ന് നടത്താൻ പോകുമ്പോൾ ലജ്ജയില്ല നിങ്ങൾക്ക് എന്നാണ് ചോദിക്കാനുള്ളത്. നന്ദി, നമസ്കാരം. വീണ്ടും കാണാം.